ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഒരു കമ്പനി ഫോർമേഷൻ ചെയ്യണമെങ്കിൽ എത്ര സ്റ്റെപ്പ് വേണമെന്ന് പഠിച്ചു. എന്തൊക്കെ സ്റ്റെപ്പാണ് വേണ്ടത്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അതിലെന്താണ് പ്രൊമോഷൻ എന്നും ഈ പ്രൊമോഷൻ നടത്തുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ ടൈപ്പ്, അവരുടെ ഡ്യൂട്ടീസ് എന്താ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പ്രൊമോഷന് ശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. എന്താണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏത് കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, പബ്ലിക് കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം എത്ര പേര് വേണം? 2 persons വേണം. മാക്സിമം എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്രയാണ്? 200 ആണ്. ദെൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 personsഉം ദെൻ മാക്സിമം 200 personsഉമായി അവരെന്ത് ചെയ്യണം? കമ്പനി രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അവരുടെ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്നുള്ളത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിലും മസ്റ്റാണ്. 2 പേരായാലും ശരി, 200 പേരായാലും ശരി, മിനിമം 2 persons ആയാലും ശരി, മാക്സിമം 200 persons ആയാലും ശരി, പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും എന്ത് വേണം? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ പബ്ലിക് കമ്പനി ആകുമ്പോൾ മിനിമം നമ്പേഴ്സ് എത്രയാണ്? 7 members. ദെൻ മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ് അല്ലേ? പ്രൈവറ്റ് കമ്പനി പോലെ തന്നെ പബ്ലിക് കമ്പനി ആണെങ്കിലും രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് അതിന് എന്തുള്ളൂ? ഒരു എക്സിസ്റ്റൻസ് തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു കമ്പനിയുടെയും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, അത് എങ്ങനെയൊക്കെയുള്ള കമ്പനി ആവാം? ലിമിറ്റഡ് കമ്പനി ആവാം, അതേപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനിയാണ്. നമ്മൾ കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, ദെൻ അൺലിമിറ്റഡ് കമ്പനീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഏത് കമ്പനി ആയിക്കോട്ടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. ഓക്കെ, ദെൻ കമ്പനി സെറ്റ് 2013 വന്ന അനദർ ഫീച്ചറാണ് 1 person കമ്പനി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 1 person കമ്പനിയിലും ആ മെമ്പറുടെ ഡ്യൂട്ടിയാണ് എന്തെന്നുള്ളത്, കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് ആരെയും അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രാറിനെ എന്തെങ്കിലും നെയിമിലോ കമ്പനിയുടെ പേരിലുണ്ടാവുന്ന മാറ്റമോ അങ്ങനെ എന്ത് കാര്യമായാലും ശരി, അത് രജിസ്ട്രാറിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതും 1 person കമ്പനിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പേരിൻ്റെ കാര്യമാണ്. നമുക്കറിയാം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പേരിൻ്റെ കൂടെ എന്ത് ചേർക്കണം? വേർഡ്സ്, പ്രൈവറ്റ് എന്നുള്ള വേർഡ് അല്ലേ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് നമ്മൾ ചേർത്തിട്ടുണ്ടാവണം. ദെൻ പബ്ലിക് കമ്പനി ആണെങ്കിൽ പേരിൻ്റെ കൂടെ എന്താ ചേർക്കേണ്ടത്? ലിമിറ്റഡ് എന്നുള്ള വാചകം ചേർക്കണം അല്ലേ? അതേപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരിനോട് സാമ്യമുള്ള കമ്പനിയുടെ പേരാവാൻ പാടില്ല. അതേപോലെ നമ്മുടെ പബ്ലിക് പോളിസിക്ക് ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള നിയമം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് പേര് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദി നെയിം അപ്രൂവ്ഡ്, പേരൊക്കെ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ an application with the following documents shall be filed with the registrar. രജിസ്ട്രാറിൻ്റെ അടുത്ത്, അതായത് ഏതാണ് നമ്മുടെ അധികാരപരിധിയിലുള്ള രജിസ്റ്റേർഡ് ഓഫീസ്, അവിടുത്തെ രജിസ്ട്രാർക്ക് ഒരു അപ്ലിക്കേഷനും അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവിടുത്തെ രജിസ്റ്റേർഡ് ഓഫീസിലെ രജിസ്ട്രാർക്ക് അപ്ലിക്കേഷൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സുകളും കൂടി ഫയൽ ചെയ്യണം. കമ്പനിയുടെ പ്രധാന ഡോക്യുമെൻറ്റ്സായ മെമ്മോറാണ്ടവും അതേപോലെ തന്നെ ആർട്ടിക്കിൾസും സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്ത് ചെയ്യണം? അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. അത് സൈൻ ചെയ്യേണ്ട ചില റൂൾസുകളുണ്ട്. എന്താ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്? മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഷാൾ ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം അല്ലേ? ആരാണോ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? അതിൽ സൈൻ ചെയ്യണം. അതെങ്ങനെ വെറുതെ സൈൻ ചെയ്താൽ മാത്രം പോരാ, അവരവരുടെ പേര്, അഡ്രസ്സ്, ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ എന്നിവ കാണിക്കുകയും അതുകൂടാതെ ഇതെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി ഒരു വിറ്റ്നസ്സും കൂടി വേണം. ഒരു വിറ്റ്നസ് ഇയാൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സും അതേപോലെ ഒക്യുപ്പേഷനും എല്ലാം ശരിയാണ്, ഇയാൾ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്
ഇയാളുടെ ഐഡൻറ്റിറ്റി ഓക്കെയാണ്, കറക്റ്റാണ് എന്ന് പറഞ്ഞ് ഒരു വിറ്റ്നസ്സും കൂടി ഉണ്ടായിരിക്കും. ഒരു വിറ്റ്നസ്സിൻ്റെ പ്രസൻസിൽ വേണം അയാളിത് സൈൻ ചെയ്യാനും അയാളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യാനും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ അവിടെ സൈൻ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അഫിക്സ് ഈസ് തമ്പ് ഇംപ്രഷൻ ഓർ മാർക്ക് വിച്ച് ഷാൾ ബി ഡിസ്ക്രൈബ്ഡ് ആസ് സച്ച് ബൈ ദി പേഴ്സൺ, അല്ലേ? അപ്പോൾ അയാൾ ആ പേഴ്സൺ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അയാളുടെ തമ്പ് ഇംപ്രഷൻ അവിടെ കൊടുത്താൽ മതി. തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു മാർക്ക്, അല്ലെ, ജസ്റ്റ് അതിൻ്റെ ഒരു മാർക്ക് അവിടെ കാണിച്ചിട്ടുണ്ടാവണം. സൈനിന് പകരമായിട്ട് അയാളൊരു തമ്പ് ഇംപ്രഷൻ ഉണ്ടായാൽ മതി. ദെൻ ആ തമ്പ് ഇംപ്രഷൻ്റെ അവിടെ എത്ര ഷെയർ ആണാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതും കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ അവിടെ LLPയിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കണം അവിടെ സൈൻ ചെയ്യണം. പക്ഷേ അതിനെന്ത് വേണം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ എല്ലാ മെമ്പേഴ്സിൻ്റെയും അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ പാർട്ട്ണർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫോറിൻ നാഷണൽ ആണ്, ഇന്ത്യയിലല്ലാത്ത ഒരു ഫോറിൻ നാഷണൽ ആണ് എങ്കിൽ അതിനെന്ത് വേണമെന്നാണ് പറയുന്നത്? അയാളുടെ സൈൻ ചെയ്യുമ്പോൾ അയാളുടെ സൈനും അഡ്രസ്സൊക്കെ മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു നോട്ടറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അയാൾ ഐഡൻറ്റിറ്റി അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇയാൾ വിദേശത്തുള്ള ഇന്ന അഡ്രസ്സിലുള്ള ആളാണ്, ഇത് ഇയാളുടെ സൈൻ തന്നെയാണെന്നുള്ള ഒരു നോട്ടറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും എല്ലാ കണ്ടൻസും വായിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ദെൻ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അവിടെ സൈൻ ചെയ്യേണ്ടത് ആരായിരിക്കും? ഡയറക്ടറോ ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്, അല്ലേ? മിസ് പറഞ്ഞു മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, അടുത്ത എന്താ കാര്യം പറഞ്ഞത്? ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എങ്ങനെയാണ്? എ ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ബൈ എൻ അഡ്വക്കേറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കമ്പനി സെക്രട്ടറി ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് കമ്പനി. അപ്പോൾ കമ്പനി ഫോം ചെയ്യുന്നതിൽ ആരൊക്കെയാണോ എൻഗേജ് ചെയ്തിരിക്കുന്നത് അവരൊരു ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താ ഡിക്ലറേഷൻ പറയുന്നത്? എല്ലാ കമ്പനീസ് ആക്ട് 2013 എല്ലാ റൂൾസ് അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും തന്നെ അനധികൃതമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിലില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം, അല്ലേ? റൂൾസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണം, രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അഡ്വക്കേറ്റ്, കമ്പനി സെക്രട്ടറി ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യണം. എന്താ അഫിഡവിറ്റിൽ കാണിക്കേണ്ടത്? പ്രൊമോഷനും ഫോർമേഷനും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഫ്രോഡോ ഒരു തരത്തിലുള്ള ഡ്യൂട്ടി ബ്രീച്ചിങ്ങോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു തരത്തിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? കുറ്റകരങ്ങളും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും എൻ്റെ അറിവിലും ശരിയാണ്, അല്ലാതെ തെറ്റായ ഒരു വിവരവും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടാവണം രജിസ്ട്രാറുടെ അടുത്ത്. ദെൻ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നെയിം, പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം, ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി, അങ്ങനെ ഈ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും, അതെന്തിനുള്ളതാണ്? അയാളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. രജിസ്ട്രാർ എല്ലാ ഡോക്യുമെൻസും അതേപോലെ എല്ലാ ഇൻഫോർമേഷൻ്റെയും ബേസിസിൽ, അല്ലേ, നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ രജിസ്ട്രാറുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഈ എല്ലാ ഇൻഫോർമേഷൻ്റെയും ബേസിസിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നു. രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ കൂടെ തന്നെ രജിസ്ട്രാർ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ദാറ്റ് നമ്പർ ഇൻക്ലൂഡഡ് ഇൻ ഓൾ സർട്ടിഫിക്കറ്റ്സ്, അല്ലേ? സർട്ടിഫിക്കറ്റ്സിലും എന്തുണ്ടായിരിക്കും? ആ നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി കാണിക്കാനുള്ളൊരു നമ്പറാണിത്.
അപ്പോൾ ഇതും കൂടിയും രജിസ്ട്രാർ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഡോക്യുമെൻറ്റ്സിലായാലും ശരി, വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫാൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ കാര്യം മറച്ചു വെച്ചിട്ടാണ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹാജരാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത് രജിസ്ട്രാർക്ക് ട്രിബ്യൂണലിൻ്റെ അപേക്ഷ പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. രജിസ്റ്ററിൽ നിന്ന് കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ കമ്പനിക്ക് വൈൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡർ ഇടുക. ദെൻ ഇത്തരത്തിലൊരു ഓർഡർ ഇടുന്നേക്കാൾ മുമ്പ് കമ്പനിക്കൊരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. കമ്പനിക്ക് പറയാനുള്ളത് കേൾക്കുക, ഈ ഫാൾസ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തതിന് പിന്നിൽ അല്ലെങ്കിൽ യഥാർത്ഥ കാര്യം ഒളിപ്പിച്ചു വെച്ചതിന് പിന്നിൽ എന്താണെന്നുള്ളത് പറയാനുള്ള ഒരു അവസരം ആർക്ക് കൊടുക്കണം, കമ്പനിക്ക് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കമ്പനി ഫോർമേഷൻ്റെ സെക്കൻഡ് സ്റ്റേജായ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.